ഹലോ ഫ്രണ്ട്സ്, രാമായണ മാസം ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. രാമായണം വായിക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ഞാനൊന്ന് തീർത്ത് വെക്കുകയാണ്. അതിൽ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറികൾ ക്യാരറ്റ്, കാബേജ്, ചേനയുടെ ഇല, ചേനയുടെ തണ്ട്, ബീറ്റ്റൂട്ട്, സവോള, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് നുറുക്കി എടുത്തിട്ടാണ് ഇനി നമ്മുടെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിന് എടുത്തിട്ടുള്ള ചോപ്പർ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. ഇതുപോലെ ഈ പച്ചക്കറികളൊക്കെ ഞാനൊന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപോലെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. വലിയ പീസാക്കി കൊടുത്താൽ ചിലപ്പം ചിലത് ചെറുതും ചിലത് വലുതുമായി പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ സാധാരണ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി അങ്ങനെ ഒരുപാട് വലുതാക്കിയാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ ചോപ്പറിൻ്റെ ബ്ലേഡ് ഇതാണ്. ഞാൻ നേരത്തെ ഇത് ക്ലീൻ ചെയ്യുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ സവോളയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവോള എല്ലാ കറികൾക്കും ചേർക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് സവോള ആദ്യം അങ്ങ് ചോപ്പ് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഒരു 10-12 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം മതി. നമുക്ക് ഏത് വലിപ്പത്തിലാണ് വേണ്ടത്, വലിപ്പം ഒരുപാട് കുറയ്ക്കുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമുക്കൊന്ന് ഓണാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ പൊടിയാക്കണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ. എത്രയാണെന്ന് പറഞ്ഞാലും തോരനൊക്കെ അരയ്ക്കാനായിട്ട് നമുക്കൊരു 12-15 സെക്കൻഡിനപ്പുറം വേണ്ട. പിന്നെ ഇത് ഫസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ സ്പീഡ് കുറച്ചിട്ടുള്ള ബട്ടൺ, അതിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പാച്ചുല വെച്ച് ഇളക്കിയിട്ട് കൊടുക്കേണ്ടി വരത്തില്ല. സ്പീഡ് കൂട്ടിയിട്ട് വയ്ക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്പാച്ചുല കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ മുകളിലിരിക്കുന്ന ആ ഒരു വലിയ പീസുണ്ടെങ്കിൽ അതുകൂടി ചെറുതായിട്ട് ചോപ്പായി വന്നോളും. സവോള ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ കളർ അതിലൊന്നും ഇതുണ്ട്, പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേനയുടെ തണ്ടാണ്. ചേനയുടെ തണ്ടൊക്കെ നല്ലതാണ്. ഇവിടെ ഉണ്ട് കേട്ടോ, ചേനയുടെ ഇലയും തണ്ടുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ അധികം പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സെക്കൻഡുകൾ മാത്രം മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചേനയുടെ തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ എത്രയോ സമയമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതെ കണ്ടോ, പൊടിയായിട്ട് നമ്മൾ എങ്ങനെയാണോ കത്തി കൊണ്ട് അരിയുന്നത് അതുപോലെ തന്നെ നമുക്കത് കൈകൊണ്ട് ഈ ചോപ്പറിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബീൻസും പയറും അരിയാമോ എന്ന്. ഞാനത് അരിഞ്ഞ് നോക്കിയിട്ടില്ല. പറ്റാനാണ് സാധ്യത. ഇതൊക്കെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബീൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നമ്മൾ സാധാരണ കളയുന്ന ആരുണ്ടല്ലോ, അത് കളഞ്ഞിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മിക്കവാറും സാധ്യതയുണ്ട് എന്നെനിക്ക്. ഞാൻ ചെയ്തിട്ടില്ല, പയറും ബീൻസും രണ്ടും ചെയ്തിട്ടില്ല. ഇതൊക്കെ അരിയാമെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മൾ ഇലയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുകയല്ലേ, അപ്പം അതും ചെയ്യാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി അടുത്ത് ഞാൻ കാബേജ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാബേജിൽ ഒരല്പം ഇഞ്ചി ചേർക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ, അത് മറന്നുപോയി. അപ്പോൾ നമ്മുടെ ആ കാബേജിൻ്റെ ആ ഒരു അഴുക്ക് സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറിയേനെ. പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. ഇനി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റേ നമ്മുടെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, വളരെ നൈസായിട്ട് എത്ര പെട്ടെന്ന് നമുക്കിത് ചോപ്പ് എടുത്തെടുക്കാനായിട്ട് പറ്റി. ഇനി ഇതൊക്കെ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു ഡബ്ബയുണ്ടല്ലോ, ഈ ഒരു കണ്ടെയ്നർ, ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ. വളരെ വിലക്കുറവാണത്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതേ നമ്മുടെ ചോപ്പർ ഇതുപോലൊരു റബ്ബറിൻ്റെ ഒരു വാഷർ പോലൊരു സംഭവമുണ്ട്. അത് ഇതുപോലെ ഇളകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സൗണ്ടോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ, അനങ്ങയൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത ഇനി ചേർത്ത് കൊടുക്കുന്നത് ചേനയുടെ ഇലയാണ്. അതും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കട്ട് ചെയ്തേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്യാതെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് കട്ട് ചെയ്യാതെ ഇട്ടാൽ എന്താണ് സംഭവിക്കാമെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ചീര അരിയുന്ന ഒരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ, അതിൽ ഞാൻ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാൻ ഈ ചേനയുടെ ഇല ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് ഇട്ടപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ 1-2 ഇല അവിടെ ഇവിടെയൊക്കെ ഒന്ന് വലിയ പീസായിട്ട് കിടന്നു കേട്ടോ. ഫസ്റ്റ് നിറച്ചുള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു, അതാണിത്. രണ്ടാമത്തേൽ ചെറുതായിട്ട് കുറച്ചേ ഉള്ളായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇലയുടെ ചെറിയ കുറച്ച് വലുപ്പത്തിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടെ ചോപ്പ് ചെയ്യാനായിട്ടുണ്ട്.
അപ്പോഴേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഇഷ്ടം പോലെ നല്ല നല്ല കമൻറ്റ് കേട്ടോ, നല്ല നല്ല കമൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ കരുതലോടെ കണ്ണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരുപാട് വലിയ കമൻറ്റ് ഇട്ടെന്ന് പറയും. എത്രയോ സ്നേഹമായിട്ടാണെന്നറിയോ നിങ്ങൾ ഓരോരുത്തരും എനിക്കിടുന്ന കമൻറ്റുകൾ. ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോഴത്തേക്ക്. നമുക്ക് എന്താ പറയുക, കണ്ടിട്ടും നമ്മൾ കാണാത്ത ആൾക്കാരാണ്, എന്നാലും വളരെ സ്നേഹത്തോടെയുള്ള കമൻറ്റുകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മക്കളെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് എന്താ ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഈ കമൻറ്റുകളൊന്നും മാത്രമാണ് കേട്ടോ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് വീഡിയോ ഒക്കെ ഇട്ട് പോകാനായിട്ട് നമുക്ക് എന്താ പറയുക ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഈ ചോപ്പർ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ, അല്ല സോപ്പൊന്നും ഇട്ടിട്ടില്ല വെറുതെ. കാരണം ഇത് ഈ ഇല ഇങ്ങനെ എത്ര നമ്മൾ കഴുകിയാലും ഇതിലൊക്കെ ഇല ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മറ്റുള്ള ഈ ക്യാരറ്റിലും ബീട്രൂട്ടിലും ഒക്കെ ആ ഇല പിടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ലോ അത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് വീണ്ടും ആ ബ്ലേഡും ജാറും ഒന്ന് കഴുകി കൊണ്ടുവന്നു. വീണ്ടും നമുക്കതാ ഇവിടെ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ മാക്സിമം ഒരു 10-12 സെക്കൻഡ് അതുകൊണ്ട് ഓക്കെ ആവും. പിന്നെ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രം ഇത് ഓണാക്കി കൊടുക്കുക. ഈ രണ്ടാമത്തെ ആ ഒരു ബട്ടൺ ഓണാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് നമുക്കിത് ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ആദ്യത്തെ ബട്ടണാണെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കണമെന്നേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് തരും. ഒരുപോലെ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു പാത്രം നല്ലതാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. സംഭവം നല്ലതാണ്. ഒരുപാട് കട്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതാവും. കാരണം ഒട്ടും കട്ടിയില്ല, നല്ല നൈസാണ് സംഭവം. പിന്നെ ആ അടപ്പ്, അതിൽ റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടപ്പ് നന്നായിട്ട് ചേർന്ന് അടയില്ല എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയല്ല കേട്ടോ, നന്നായിട്ട് അടയുന്നത് തന്നെയാണ്. അടിക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടും പറ്റും. നമ്മുടെ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ക്യാരറ്റ് എന്താ ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത് കണ്ടോ, ഇല അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടക്കാതെ എടുത്ത് കളയുക കേട്ടോ ചെയ്തത്. അപ്പോൾ ചോപ്പ് ചെയ്തതിന് നമുക്കടുത്തത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കാം. കുറച്ച് സമയം മതി അതിനും. അത് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീട്ടിലെ ജോലികൾ നമുക്ക് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് രാമായണം വായിക്കാനായിട്ടൊക്കെ മാറ്റി വയ്ക്കാം. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ചെയ്തൊതുക്കാൻ പറ്റിയ ഒരു കാര്യം ഇതായതുകൊണ്ട് ഇതും വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കണം, പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിന്നെ ഇന്ന് ഒരു മരണം ഉണ്ടായിരുന്നു, അങ്ങനെ പോകേണ്ടി വന്നു. ഇതൊന്നും നമ്മുടെ എന്താ പറയുക നമുക്ക് പ്രവചിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തീരുമാനിച്ചിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിനും പോകണം. ഞാനീ പറയുന്നത് എന്താണെന്നറിയാമോ, എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതിന് ഒട്ടും തീരെ കട്ടിയുള്ളതാണ്, അതായത് കട്ടി കൂടിയതാണ് ഈ ചോപ്പർ എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും കട്ടി കൂടിയതല്ല കേട്ടോ. അതാണ് ആ ജാറ് കാണിച്ചത് വളരെ കട്ടി കുറഞ്ഞിട്ടാണ്, തീരെ കട്ടിയില്ല കണ്ടോ. അപ്പോൾ മോട്ടർ എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു, അത് മോട്ടറല്ലേ, അതിൻ്റേതായ ചെറിയൊരു കനം മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരുപാട് കട്ടിയൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ പച്ചക്കറികൾ ആ റേറ്റ് കൊണ്ടെല്ലാം ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടില്ല കാണാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോപ്പർ ധൈര്യമായിട്ട് വാങ്ങാം, അടിപൊളി സംഭവമാണ്. അപ്പോൾ അതേ ഇതുപോലെ കളർഫുള്ളായിരിക്കട്ടെ നമ്മുടെ ഈ കർക്കിടക മാസം. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേ കണ്ടോ, ഞാനിതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.